ഇനി അടുത്ത ആഴ്ച ഫൈനലോ ഇതിന് പോലും ത്രോ പോലും അറിയാതെ പൊന്നുമനല്ല അറിയാവുന്ന എനിക്കറിയില്ല. പറഞ്ഞാല് റൊണാൾഡോന്റെ അച്ഛല്ലേ. Cheers. Cheers. ഹലോ എന്താ അമ്മേ? ആ അമ്മേ വരുവോ? നീ ജോയിയുടെ മാർക്ക് കണ്ടോ? അവൻ എല്ലാ വിഷയത്തിനും മാർക്ക് കുറവാ. അവൻ പഠിക്കാത്തതുകൊണ്ട് അവന് മാർക്ക് കിട്ടില്ല. ഞാൻ പഠിച്ചോണ്ട് എനിക്ക് മാർക്ക് കിട്ടി. നിനക്ക് ഇല്ലേ മാർക്ക്? നീ അവനെ കുറ്റം പറയുകയൊന്നും വേണ്ട. നീ കാരണമാണ് അവന് മാർക്ക് കുറഞ്ഞത്. ഞാൻ അവനെ കണ്ടിട്ട് തന്നെ കുറെ നാളായി. നീ പോയ ഞാൻ ട്യൂഷന് പോകും. നീ എവിടെ? ഇങ്ങോട്ട് വാ. വൈകിട്ടെടുക്കല്ലേ? നാളെ രാവിലെ പാർട്ടി പോകാനുള്ളതാ. മോനെ എനിക്കടാ ജോ മോനെ ജോ മോനെ ജോ എനിക്കാ ഓ എന്താ മനുഷ്യ ദാ വരുന്നു. എന്താ എന്താ പറ്റിയേ? നമ്മുടെ മോനെ വയ്യ ജോ മോനെ മോനെ
എന്തേ? നിങ്ങളെ ഡോക്ടർ വിളിക്കും. ഡോക്ടർ എന്താ എന്ത് പറ്റി എന്റെ മകന്? ഡോക്ടർ എന്തെങ്കിലും തുറന്നു പറ. ഐ ആം റിയലി സോറി. നിങ്ങളുടെ മകൻ ജോ മരിച്ചുപോയി. വിഷമടങ്ങിയ മദ്യം ഉള്ളിച്ചെന്നതാണ് മരണകാരണം. എന്ത് മദ്യമോ? ഞാൻ പോലും ഉപയോഗിക്കാറില്ല സാർ മദ്യം. അവൻ ഇപ്പോഴും കുഞ്ഞാണ്. താങ്കൾ കുടിക്കേണ്ട, മദ്യം വീട്ടിൽ നിന്നല്ല കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ മദ്യം മാത്രമല്ല, മറ്റു പല മയക്കുമരുന്നുകളും സ്കൂളിൽ തന്നെ ലഭ്യമാണ്. മുട്ടായികളും സിപ്പുകളും എന്നിവയും. അല്ലെങ്കിൽ കൂട്ടുകാരുടെ കാര്യം. ഇപ്പൊ പറഞ്ഞിട്ടെന്താ, അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കുന്നു. ചിലപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതവും മാറിയേക്കാം. ഒരു രസത്തിൻ്റെയോ കൂട്ടുകാരുടെ പ്രേരണയാലോ നമ്മളുടെ പ്രിയ സിനിമാ താരങ്ങൾ ചെയ്യുന്നത് കണ്ടോ തുടങ്ങുന്ന ലഹരി ഉപയോഗം നിങ്ങളുടെ ജീവന് ഹാനികരമായേക്കാം. കുറച്ചു നേരത്തേക്ക് നമ്മുടെ മനസ്സിന് ഉന്മാദം കൊള്ളിപ്പിക്കുകയും മനസ്സിന് ഉല്ലാസം തരികയും ചെയ്യുന്ന ഹാനികരമായ സാധനങ്ങളെയാണ് ഡ്രഗ്സ് അഥവാ മയക്കുമരുന്ന് ലഹരി എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിന് വളരെയധികം ഹാനികരമാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ആരാണെന്നോ, രക്ഷകർത്താക്കൾ ആരാണെന്നോ, കൂട്ടുകാർ ആരാണെന്നോ നമ്മൾ മറന്നുപോകും. അത് നമ്മളെ മാത്രമല്ല, നമ്മളുടെ കുടുംബത്തെയും കൂട്ടുകാരെയും സമൂഹത്തെയും ബാധിച്ചേക്കാം. ലഹരി നമുക്ക് കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉല്ലാസം തരുന്നുള്ളൂ, പക്ഷെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ കാണും. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ലഹരി തന്നാൽ ഉടൻ തന്നെ രക്ഷകർത്താക്കളെയോ ടീച്ചർമാരെയോ അറിയിക്കുക. നിങ്ങൾ ആരെയും ഭയക്കേണ്ടതില്ല.